തൃശൂർ കുന്നംകുളം ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് 2024-2025 സീസണിലെ മാച്ച് നമ്പർ 50 സെയിന്റ് ജോസഫ് കോളേജ് നേരിടുന്നു KSEBയെ. സെയിന്റ് ജോസഫ് കോളേജ് ദേവഗിരിയുടെ ടച്ചോടുകൂടി ഇന്നത്തെ ഈ മത്സരം ആരംഭിക്കുകയാണ്. പോയിന്റ് ടേബിളിലെ ആദ്യ സ്ഥാനക്കാരും അവസാന സ്ഥാനക്കാരും തമ്മിലുള്ള മത്സരം കൂടിയാണ് ഇന്നേ ദിവസം നടക്കുന്നത്. ദേവഗിരി ഈസ്റ്റ് കേരള വുമൻസ് ലീഗ് നടന്ന അതേ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയാണ് എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കോർണർ കിക്കാണ്. ഗോൾ നമ്പർ 1 സെയിന്റ് ജോസഫ് കോളേജ് ദേവഗിരി. മത്സരത്തിന്റെ 5ാമത്തെ മിനിറ്റിൽ തന്നെ KSEBക്ക് ഷോക്ക് കൊടുത്തുകൊണ്ടാണ് സെയിന്റ് ജോസഫ് കോളേജ് ദേവഗിരി ഒരു ഗോൾ കണ്ടെത്തുന്നതും. ബ്യൂട്ടിഫുൾ ഗോൾ ഫ്രം സെയിന്റ് ജോസഫ് കോളേജ് ദേവഗിരി. വീണ്ടും പന്ത് പിടിച്ചെടുത്തുകൊണ്ട് അർജുൻ. കേരള ഫുട്ബോൾ അസോസിയേഷന്റെ ഏറ്റവും മികച്ച കളിക്കാനുള്ള അവാർഡ് നേടിയ താരം കൂടിയാണ് അർജുൻ. ആൻഡ് ഒരു ഷോട്ട് എടുക്കാനുള്ള ശ്രമം ശ്രീരാജിന്റെ നല്ലൊരു ഷോട്ടായിരുന്നു, പക്ഷെ പന്ത് വലയിലേക്ക് എത്തിക്കാൻകൊണ്ടിരിക്കുന്നത് സാധാരണ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലും EMS കോഴിക്കോട് സ്റ്റേഡിയത്തിലുമാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഒരു പവർഫുൾ ലോങ് റേഞ്ച് ഷോട്ടിലൂടെ ഗിഫ്റ്റി ഗ്രേഷ്യസ് KSEBയെ സമനിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മത്സരത്തിന്റെ 16ാമത്തെ മിനിറ്റിൽ ഗിഫ്റ്റിയുടെ പേരിൽ കുറിക്കപ്പെടുന്ന മികച്ചൊരു ഗോൾ തന്നെയാണ് ഇന്ന് ഗിഫ്റ്റി നേടിയിരിക്കുന്നത്. സൂപ്പർ ഗോളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വെച്ചാണ് ആ ഒരു ഗോൾ അവിടെ അർജുനിലേക്കാണ് പന്തെത്തിച്ചേർന്നത്. അർജുന്റെ ത്രോയിനാണ് അശ്വിൻ P-യിലേക്ക്, വീണ്ടും നവനീതിലേക്ക്. നവനീതിന്റെ ക്രോസ് ആൻഡ് ഗോൾ നമ്പർ 2 സെയിന്റ് ജോസഫ് കോളേജ് ദേവഗിരി. ക്യാപ്റ്റൻ അടിക്കുന്നു 2ാമത്തെ ഗോൾ സെയിന്റ് ജോസഫ് കോളേജ് ദേവഗിരിക്ക് 8ാമത്തെ മിനിറ്റിൽ. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇരു ടീമും ഹൈ പ്രസ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന. സോ ഗോൾ വരാനുള്ള എല്ലാ സാധ്യതയും നിറഞ്ഞ മത്സരമാണ്. അതിനൊത്ത പ്രകടനം ഇരു ടീമുകളും നടത്തുന്നുണ്ട്. എന്തായിരുന്നാലും ദേവഗിരിയുടെ മുഹമ്മദ് ഫവാസിന്റെ ആ ഒരു സിറ്റുവേഷനോട് കൂടി തന്നെ ഈ മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ വിസിൽ വന്നിരിക്കുന്നു. 1-2 ഗോളുകൾക്ക് സെയിന്റ് ജോസഫ് കോളേജ് ദേവഗിരിക്ക് ലീഡ് തുടരാൻ സാധിക്കുന്നു. സിനുവിലേക്കാണ് പന്തെത്തിച്ചേർന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC താരം കൂടിയായിരുന്നു സിനുവാർ. നല്ലൊരു സുവർണ അവസരമാണ് അർജുനെ തേടി വന്നത്. അർജുൻ ബ്യൂട്ടിഫുൾ. അർജുനെ സംബന്ധിച്ച് 7ാമത്തെ ഗോളാണ് എലൈറ്റ് കേരള പ്രീമിയർ ലീഗിൽ നേടിയിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ഗോൾ തന്നെയാണ്. ഒരു പ്ലേസിംഗ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. സോ എലൈറ്റ് കേരള പ്രീമിയർ ലീഗിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായി അർജുൻ മാറിക്കഴിഞ്ഞു. 7 ഗോളാണ് അർജുന്റെ പേരിൽ കുറിക്കപ്പെട്ടത്. അർജുന്റെ പ്രസൻസ് ഈ ഒരു മത്സരത്തിൽ വളരെ വിലപ്പെട്ടതാണ് KSEBക്ക്. കാരണം അർജുൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് KSEB ഇത്രമേൽ മികച്ച കളിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ വാദി ഇടപെടുകയാണ്. വാദി രക്ഷപ്പെടുത്തുകയായിരുന്നു, ശരിക്കും ഇടപെടുകയല്ല, ശരിക്കും രക്ഷപ്പെടുത്തുക. വീണ്ടും അർജുൻ അല്പം കോണ്ടാക്ട് മാറിപ്പോവുകയാണ്. വലിയ വ്യത്യാസത്തിലാണ് പന്ത് പുറത്തേക്ക് പോയത്. സെയിന്റ് ജോസഫ് കോളേജ് ദേവഗിരിയുടെ മുന്നേറ്റം. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഷമീൽ ഇടപെടുന്നു. ഇടതവെങ്കിൽ കൂടി ഷമീൽ. ബ്യൂട്ടിഫുൾ. നല്ലൊരു ഷോട്ട് തന്നെയാണ് അവിടെ ഷമീൽ എടുത്തത്. കറക്റ്റായിട്ട് മുൻപിലോട്ട് പോയി ശരിക്കും ഒരു പ്ലേയിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ വിജയ ഗോളായിരിക്കും വർഷാദിന്റെ പേരിൽ വരാൻ പോകുന്നത്. ആൻഡ് നല്ലൊരു സുവർണ അവസരമാണ്. ഗോൾ കീപ്പർ പന്ത് സ്കോർ ബോർഡിൽ 2-2 എന്ന സ്കോറിലാണ്. മികച്ച കളി തന്നെയാണ് ഇരു ടീമുകളും കാഴ്ചവെച്ചത്. ആൻഡ് ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. ഇരു ടീമുകൾക്കും 2-2 എന്ന സ്കോറിൽ മത്സരം അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു.